അതുപോലെ തന്നെ ഒരു ദിവസം നമ്മുടെ ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ആയതുപോലെയാണ്. മെസ്സേജുകളില്ല, കോളുകളില്ല, ഇടയ്ക്കിടയ്ക്ക് വാട്സപ്പ് ചെക്ക് ചെയ്യണ്ട, പിന്നെ ഇൻസ്റ്റാഗ്രാം നോക്കണ്ട, ആരും അന്വേഷിക്കണ്ട, നമ്മളും അന്വേഷിക്കണ്ട. ആ ഒരു സുഖം ഉണ്ടല്ലോ നിങ്ങൾ ഗവിയിലേക്ക് വന്നാലേ കിട്ടുള്ളൂ. ഗവിയ ഡാമും കടന്ന് നമ്മൾ നേരെ വണ്ടിപ്പെരിയാറിലേക്കാണ് പോകുന്നത്. ഈ വണ്ടിപ്പെരിയാറിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഒരു വ്യൂ പോയിന്റ് കൂടെ ഉണ്ട്, ഒരു മുട്ടക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് ലേറ്റ് ആയി, അവിടെ ഷൂട്ട് ചെയ്യാനുള്ള സമയം കിട്ടുമോന്ന് അറിയില്ല. കിട്ടിയാൽ നമുക്ക് ആ വ്യൂ പോയിന്റും കൂടെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് നേരെ വണ്ടിപ്പെരിയാർ പിടിക്കാം. ഇനിയും ഘോര വനാണ് കേട്ടോ. പെരിയാർ ടൈഗർ റിസർവിലൂടെയാണ് നമ്മൾ പോകുന്നത്. സന്ധ്യയായി, അതുകൊണ്ട് ആന, കാട്ടുപോത്ത്, ഈ പറയുന്ന വന്യമൃഗങ്ങളെല്ലാം ഉണ്ടാവും. നമ്മളിപ്പോ വരുമ്പോ തന്നെ ഒരുപാട് കാട്ടുകോഴി, വേഴാമ്പലൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ എന്താണെന്ന് വെച്ചാല് നമ്മുടെ ക്യാമറ പരിമിതി, പെട്ടെന്നാണല്ലോ ഇത് മുന്നിലേക്ക് വരിക. അതുകൊണ്ട് എടുക്കാനുള്ള ബുദ്ധിമുട്ട്, അതുകൊണ്ടൊക്കെയാണ് നമുക്ക് പല കാര്യങ്ങളും ക്യാമറയിലേക്ക് ഒപ്പിയെടുക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും നമുക്ക് ഗവി യാത്രയിൽ കിട്ടും. അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് വരുമ്പോൾ മാത്രം അനുഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഒരിക്കലും ക്യാമറ കിട്ടില്ല. ഇപ്പോഴത്തെ നമ്മുടെ ടൈം എന്ന് പറയുന്നത് 4 മണി വരെയാണ് കേട്ടോ. ഈ 4 മണി കഴിഞ്ഞ് കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ ഫോറസ്റ്റുകാര് നമ്മളെ ഓടിച്ചു വിട്ടില്ലെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങിപ്പോകും. ഇപ്പൊ തന്നെ നമുക്ക് പേടിയാ. അപ്പൊ നട്ടുച്ചയാണ്, എന്നിട്ട് പോലും വെളിച്ചമില്ല ഇവിടെ. നോക്കാം, വ്യൂ പോയിന്റ് സൺസെറ്റ് ആണ്. അതുപോലെ എന്താ തണുത്ത കാറ്റിനറിയാം. സന്ധ്യ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അല്ലെങ്കിൽ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നല്ല തണുത്ത കാറ്റ്. അങ്ങോട്ട് നോക്ക്, എത്ര മലകളാന്ന് നോക്ക്. ആണോ, എത്ര മലകൾ. സഹ്യപർവ്വതത്തിന്റെ ഒരു അടിപൊളി വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. നമ്മുടെ ശബരിമലയൊക്കെ ഉൾപ്പെടുന്ന പ്രദേശമാണിത്. മുട്ടക്കുന്നുകൾ, ഒരുപാട് വൃക്ഷലതാദികൾ കൊണ്ട് സമ്പുഷ്ടമാണ് ഈ പ്രദേശം. നമസ്കാരം സുഹൃത്തുക്കളെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ എരുമേലിയിൽ വൈൽഡ് മിസ്റ്റ് എന്ന് പറയുന്ന ഹോം സ്റ്റേയിലായിരുന്നു വന്നിരുന്നത്. ഗവിയിലേക്ക് പോകാൻ വേണ്ടി വന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്തു. അടിപൊളി ആംബിയൻസ്, അടിച്ച് പൊളിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ രാവിലെ ഗവിയിലേക്ക് പോകാൻ, രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നല്ല ഇടിയപ്പം മുട്ടക്കറിയൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇനി നിങ്ങളെ കൂടെ ഗവിയിലെ ആംബിയൻസ് ഒന്ന് കാണിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഗവിയിലെ കാഴ്ചകളും വിശേഷങ്ങളും പങ്കുവെക്കാം. എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നത്, ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങൾ കാപ്പിയോടെ കഴിഞ്ഞ് നേരെ ഗവിയിലേക്ക് വിടുകയാണ്. ഓക്കെ, നമുക്കിനി ഗവിയിൽ വെച്ച് കാണാം. പോണ വഴിയൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ചെയ്തിട്ടാണ് നമ്മൾ ഗവിയിലേക്ക് പോകുന്നത്. ഗവി. അപ്പൊ നമ്മളങ്ങനെ ഗവിയിലേക്കുള്ള യാത്രയാണ്. നമ്മൾ പമ്പാവലി റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുണ്ട്, ഗംഭീരമായ കാഴ്ചയാണ്, നല്ല അടിപൊളി. അപ്പൊ നമ്മളങ്ങനെ കുറച്ച് ദൂരം ഓടിയിട്ട് നമ്മൾ ആങ്ങമൊഴി എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അതായത് സീതത്തോട് ഗ്രാമപഞ്ചായത്താണ്. ഇവിടെയാണ് ഗവിയിലേക്കുള്ള ടിക്കറ്റ് കിട്ടുന്നത്. അതായത് നമുക്ക് എൻട്രി പാസ്, ഒരാൾക്ക് 100 രൂപയാണ് ടിക്കറ്റിന്. ഇത് ഓഫ്ലൈനിൽ കിട്ടില്ല, ഓൺലൈനിലാണ് നമ്മൾ ബുക്ക് ചെയ്ത് വന്നാൽ മാത്രമേ ഇവിടെ കിട്ടുള്ളൂ. രാവിലെ 8 തൊട്ട് 11 വരെയാണ് നമുക്കിവിടെ ടിക്കറ്റ് അവൈലബിൾ ആയിട്ട് കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ടിക്കറ്റ് കിട്ടില്ല. അത് മാത്രമല്ല, ആദ്യം വരുന്ന 30 വണ്ടി, അതായത് 2 വീലർ പോകില്ല, 4 വീലർ, ആദ്യം വരുന്ന 30 വണ്ടിക്കാണ് നമുക്ക് ടിക്കറ്റ് തരിക. അപ്പൊ ടിക്കറ്റ് നമ്മൾ ഓൺലൈനിൽ ചെയ്തിട്ട് വന്നിട്ട് ഇവിടുന്ന് പാസ് എടുക്കുകയാണ് ചെയ്യുക. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ ഹോം സ്റ്റേ, അതായത് വൈൽഡ് മിസ്റ്റിന്ന് നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്തതുകൊണ്ട് നമുക്ക് ഇവിടെ വന്ന് നേരെ ടിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫോറസ്റ്റിന്റെ വനശ്രീ എന്ന് പറയുന്ന ഒരു കഫേ ഉണ്ട് ആങ്ങമൊഴിയിൽ. അപ്പൊ ഇവിടുന്ന് നമുക്ക് പൊതിച്ചോറ് കിട്ടും, സ്നാക്സ് കിട്ടും, അത്യാവശ്യം സാധനമൊക്കെ നമുക്ക് മേടിച്ച് വണ്ടിയിൽ കൊണ്ടുപോകാം. അത് കഴിഞ്ഞാലാണ് നമുക്ക് ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകേണ്ടത്. നമുക്ക് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് കൗണ്ടർ ഇവിടെയാണുള്ളത്. വാ, ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ വൈൽഡ് മിസ്റ്റിൽ വന്നുകൊണ്ട് നമുക്കിവിടെ ടിക്കറ്റ് ഏകദേശം റെഡി ആക്കിയിട്ടുണ്ട്. ഇതാ, എത്രയാണ് മാഡം ടിക്കറ്റ് റേറ്റ് വരുന്നത്? ഒരാൾക്ക് 100 രൂപയാണ് വരുന്നത്. അപ്പൊ പിന്നെ ഫോം ഫിൽ ചെയ്യണല്ലേ? ആ, കേട്ടോ, ഇങ്ങനെ ഒരു ഫോം ഉണ്ടാവും. ഈ ഫോം നമ്മൾ ഫില്ല് ചെയ്യണം. നമ്മൾ വരുന്ന വാഹനത്തിന്റെ നമ്പർ, ബാക്കി കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ ഫോൺ നമ്പർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പൊ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ റേഞ്ച് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ലിക്വിഡ് ക്യാഷ് കുറച്ച് എന്തായാലും കയ്യിൽ കരുതണം. ഇല്ലെങ്കിൽ ഇവിടെ വൈഫൈ ഉണ്ട്, നമുക്ക് കൗണ്ടറിൽ വൈഫൈ ഉണ്ട്. അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നുണ്ടോ, ഓൺലൈൻ ബുക്ക് ചെയ്തു, അതിന് ടിക്കറ്റ് എടുത്ത് 3 രൂപയ്ക്കുള്ള ടിക്കറ്റ്, 100 രൂപയാണ്. 300 രൂപയുടെ ഒരു പാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, വനശ്രീ എന്നാണ് നമ്മൾക്ക് ചോറ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ ചോറ് മേടിച്ചിട്ട് നമുക്ക് പോവാം. ചേച്ചി, നമ്മുടെ ചോറായോ? ആയിട്ടുണ്ട് അല്ലേ? ആ, അപ്പൊ എന്താ ചേച്ചി, ഇത് നോണാണോ? എങ്ങനെയാ ഇതിനകത്ത്? എത്ര നമുക്കൊരു ചോറിന് വരുന്നത്? മീൻ കൂട്ടി 130. പിന്നെ മുട്ടയും മീനും ഉണ്ട്. എന്ത് മീനാ? വറുത്ത മീനാ? കറിയാണോ? വറുത്ത മീൻ. ഇത് പൊതിച്ചോറാണ് അല്ലേ? അപ്പൊ നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് ഒക്കെ എടുത്തു. നമ്മൾ നേരെ ഗവിയിലേക്ക് പോവാണ്. ഏകദേശം 100 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെയാണ് റേഞ്ച് ഇല്ലാത്തതുകൊണ്ടേ നമുക്ക് ലൊക്കേഷൻ നോക്കാനും പറ്റുന്നില്ല. പിന്നെ ഇവിടുന്ന് സ്ട്രൈറ്റ് ആണ് ഗവി. അപ്പൊ ഈ ഗവിയുടെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്, പത്തനംതിട്ട ജില്ലയില് കോന്നി താലൂക്കില് സീതത്തോട് ഗ്രാമപഞ്ചായത്തിലെ ഒരു സമ്പുഷ്ട വനമേഖല തന്നെയാണ് ഗവി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ കുറെ നിയന്ത്രണങ്ങളുണ്ട്.
നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത്, റോഡ് സൈഡിലൊന്നും പ്ലാസ്റ്റിക് കളയരുത്, അങ്ങനെ ഒരുപാട് നിയന്ത്രണങ്ങളുള്ള ഒരു വന മേഖലയാണ്. അതായത് പെരിയാർ ടൈഗർ റിസർവിന്റെ ഭാഗം കൂടെയാണ്, പശ്ചിമഘട്ടത്തില് പെരിയാർ ടൈഗർ റിസർവിന്റെ ഭാഗം കൂടെയാണ് നമ്മുടെ ഈ ഗവി എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഗവിയിലുള്ള വംശജർ എന്ന് പറയുന്നത് ശ്രീലങ്കൻ വംശജരാണ്, അതായത് തമിഴ് വംശജരാണ്. ഈ ഗവി എന്ന വാക്കിന്റെ അർത്ഥം ഗുഹ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് തമിഴ് വംശജരാണ് അവിടെ കൂടുതൽ. അപ്പൊ തമിഴ് ഭാഗത്ത് നിന്ന്, തമിഴിൽ നിന്നും കന്നഡയിലൊക്കെ ഗുഹ എന്നുള്ളൊരു മീനിങ് ആണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും നമുക്ക് ഈ ഗുഹയിലേക്ക്, ഗവിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അതിഗംഭീരമായ ഒരു കാഴ്ചയാണ്. കുമളിയിലേക്ക് ഇവിടുന്ന് 100 കിലോമീറ്റർ ആണ്. ആങ്ങമുഴി പാലം, ഈ പാലവും കടന്നിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് എന്താ പറയുക, ഗൂഗിൾ നോക്കാൻ കുറച്ച് പണിയാണ്. കോന്നി, പത്തനംതിട്ട, ഗവി ലെഫ്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഗവിയിലേക്ക് പോകുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു ചായ കുടിക്കാം അല്ലുണ്ണി, ഇവിടുന്ന് ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് പോവാം. എൻട്രി പാസ് എടുത്തിട്ടുണ്ടല്ലോ, അവിടുന്ന് ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഓടി കഴിയുമ്പോൾ ഇവിടെയാണ് ചെക്ക് പോസ്റ്റ് ഉള്ളത്. ഇവിടെയാണ് നമ്മൾ ആ പാസ് കാണിക്കേണ്ടത്. ഇവിടെ പാസ് കാണിച്ചിട്ട് വേണം നമുക്ക് പോകാൻ. എങ്ങനെയാ ഇവിടുത്തെ ഗതികൾ നമുക്ക് നോക്കാം. ഇവിടെയാണ് നമ്മൾ എടുത്ത പാസ് കാണിക്കേണ്ടത്. ബാക്കി കാര്യങ്ങൾ എങ്ങനെയാ, ഇവരുടെ നിർദ്ദേശങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. എങ്ങനെ ഓക്കെ, നമുക്കൊരു ID കാർഡ്, ലൈസൻസ് പോലെ സാറേ. നമ്മൾ ഈ ചെക്ക് പോസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എടുത്ത പാസ്സില്ലേ, ആ പാസും അതുപോലെ തന്നെ ഒരു ID കാർഡ്, ലൈസൻസോ അതുപോലെ എന്തെങ്കിലും ID കാർഡുമായിട്ട് ഈ ഓഫീസിൽ നമ്മൾ കാണിക്കണം. ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ. ഇനി കംപ്ലീറ്റ് ഈറ്റക്കാടാണ് കേട്ടോ. റോഡിന്റെ 2 വശങ്ങളിൽ ഈറ്റ, എന്ത് രസമായിട്ടാണ് നിൽക്കുന്നത് നോക്കുക. നല്ല കൂളിംഗ് ആണ്. ഓരോ ഹെയർ പിന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് അങ്ങനെ ആ ക്ലൈമറ്റ് മാറുന്ന, ചേഞ്ച് ആവുന്ന ഒരു ഫീല് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ്. അതായത് സമുദ്രനിരപ്പിൽ നിന്നും 4300 അടി ഹൈറ്റിലേക്കാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്ക്, സമുദ്രനിരപ്പിൽ നിന്ന് 4300 അടി ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്യാവശ്യം നല്ല കൂളിംഗ് തന്നെയാണ്. ഇവിടുത്തെ ഗ്രാമവാസികളൊക്കെ നമ്മളെ വിഷ് ചെയ്യുന്നുണ്ട്. കുറെ പിള്ളേര്, ഒരുപാട് വന്യജീവികൾ സ്വൈര്യവിഹാരം നടത്തുന്നത്, പ്രധാനമായിട്ടും മലമുഴക്കി വേഴാമ്പല്, അതുപോലെ മരംകൊത്തി, വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് മരംകൊത്തികള്, ഉരകങ്ങള്, അതുപോലെ കാട്ടുപോത്ത്, ആന, കടുവ, ഇത്തരത്തിലുള്ള വന്യജീവികളെല്ലാം സ്വൈര്യവിഹാരം നടത്തുന്ന ഒരു ഏരിയയിലൂടെയാണ് നമ്മൾ പോകുന്നത്. അത് മാത്രമല്ല തിരക്കില്ലെന്ന്, നമ്മളുടെ പിന്നിലും മുന്നിലുമായിട്ട് വാഹനങ്ങളും കാണുന്നില്ല എന്നുള്ളതാണ്. പിന്നെ മെയിനായിട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എണ്ണ മാക്സിമം അടിച്ചിട്ട് പോരും. കാരണം ഈ ആങ്ങമുഴി കഴിഞ്ഞാൽ ഇവിടെ പമ്പില്ലാന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇനി ഇവിടെ കയറി കഴിഞ്ഞാൽ വണ്ടിപ്പെരിയാരായിരിക്കും എണ്ണ ഉണ്ടാവുക. പമ്പല്ല, ഒരു മനുഷ്യൻ പോലും ഇല്ല. ഇതൊക്കെ കമന്റ് ആണേ ബാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എണ്ണയൊക്കെ അടിച്ചു പോരും. ഇവിടെയൊക്കെ വന്ന് എണ്ണ ഇല്ലാതെ പെട്ടുപോയാണ്ടല്ലോ 2 പ്രശ്നങ്ങളാ. ഒന്ന്, നമ്മുടെ സമയം പോയി, ടിക്കറ്റ് ഇല്ല, ഇന്നത്തെ പരിപാടി മുഴുവൻ പോയി. ഇത് വേറെ ആരോടെങ്കിലും പറഞ്ഞ, നിങ്ങൾ പിന്നെ എന്ത് കുന്തത്തിലേക്ക് ഗവിയിലേക്ക് എണ്ണ ഇല്ലാതെ പോയെന്ന് ചോദിക്കും. നിങ്ങൾ ഒന്നിനും ആ സിനിമയെങ്കിലും കണ്ടിട്ടില്ലെന്ന് ചോദിക്കും ആൾക്കാരെ. മഴ ചാറും ഇവിടെ പോയിട്ട്. നമ്മൾ ഓരോ ഹെയർ പിന്ന് കഴിയുമ്പോഴും, ചെങ്കുത്തായ വളവല്ല കേട്ടോ, ഹെയർ പിന്ന് പറയാനില്ല, എങ്കിലും ഓരോ വളവുകൾ തിരിഞ്ഞു കഴിയുമ്പോഴേക്കും ക്ലൈമറ്റ് മാറുകയാണ്. ഇതുണ്ടോ, ശരിക്കും മഴ ചാറാൻ തുടങ്ങി. കോടമഞ്ഞ് മഴ എന്നൊക്കെ പറയുന്ന ആ ഒരു ഫീലിലേക്ക് വന്നു. അതാണ് ഗവിയുടെ ഒരു ഫീല്. നിരോധിത മേഖലയാണ്. സാർ, ഇത് ജലസേചന പദ്ധതിയാ? ഇത് ഏതാ ശരിക്കും പറയുന്നത്? മൂഴിയാർ. എന്താ രസം എന്നറിയോ, നല്ല ഗംഭീരമായ കാഴ്ച. അപ്പൊ ഇവിടെയൊക്കെ വണ്ടി നിർത്താൻ ചില സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. അവിടെ മാത്രമേ വണ്ടി ഇടാവുള്ളൂ. പാലത്തിന്റെ നടുക്കൊന്നും വണ്ടി കയറ്റിയിടരുത്. വെള്ളം കുറവുണ്ട് തോന്നുന്നു അല്ലേ? വെള്ളം കുറവുണ്ട്. പക്ഷെ ഇത് അങ്ങോട്ട് നോക്കുക, ശരിക്കും നമുക്ക് അവിടെയാണ് എത്തണ്ടേ. അവിടെയൊക്കെ നോക്ക്, ശരിക്കും കോടാമഞ്ഞ് കയറി നിൽക്കുന്നുണ്ടോ? നല്ല അടിപൊളി വ്യൂ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വ്യൂ. അപ്പൊ നമ്മള് ആങ്ങമൊഴിയിൽ നിന്ന് ഒരു 18 കിലോമീറ്റർ റൺ ചെയ്ത് നമ്മൾ മൂഴിയാർ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലെത്തി. ഭയങ്കര രസമാണ് ഈ ഗ്രാമം. നമ്മള് ഓർഡിനറി സിനിമയിലൊക്കെ പോലെ ഒരു ബസ് വരും, ആ ബസ് വന്ന് മണിക്കൂറുകളോളം അവിടെ നിന്ന് കഴിഞ്ഞ ശേഷം പിന്നെ പോവാം. ഇപ്പൊ രാവിലെ അങ്ങോട്ട് വന്ന ബസ്സാണ്. ഈ ബസ്സിന് പോകുന്നത് 3 മണിക്കാന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ KSRTC കണ്ടോ ഇവിടെ കിടക്കുന്നത്. ഇത് പത്തനംതിട്ടയ്ക്കുള്ള ബസ്സാണ്. ഇതാണ് മൂഴിയാർ എന്ന് പറയുന്ന ഗ്രാമം. വലിയ സംഭവമൊന്നുമില്ല. ഒരു KSEBയുടെ ഓഫീസുണ്ട്, പിന്നെ ഒരു അമ്പലത്തിന്റെ കാണിക്കവഞ്ചിയുണ്ട്, പിന്നെ ഈ കാണുന്നത് ഒരു ചെറിയ ക്യാൻറ്റീൻ, ഒരു ചായ കുടിക്കാനുള്ള ഒരു കടയൊക്കെയാണ്. ഇതാ ഓർഡിനറി സിനിമയിലൊക്കെ നമ്മൾ കണ്ടില്ലേ, അതേപോലെയുള്ള ഒരു കാഴ്ച. പത്തനംതിട്ട ബസ് വന്ന് കിടക്കുന്നുണ്ട്. ആൾക്കാരില്ല, കുറച്ച് ട്രൈബൽസ്, പിന്നെ അതുപോലെ കുറച്ച് കുടിയേറ്റ ജനത, അതൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് ഇവിടുന്ന് ഗവിയിലേക്ക് 41 കിലോമീറ്ററും കുമളിയിലേക്ക് 82 കിലോമീറ്റർ ഉള്ളത്. മൂഴിയാർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം, അതിൻ്റെ ഒരു ഹിസ്റ്ററി ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ മൂഴിയാർ ഈ ഗ്രാമത്തിൽ വന്നപ്പോ ഇവിടെ 2 ചെക്കന്മാര്, നമ്മുടെയൊക്കെ ഒരു ബാല്യകാലം നമുക്ക് ഓർമ്മ വരിക. ലീവുള്ള ദിവസം സൈക്കിളൊക്കെ ഓടിച്ച് കളിച്ച പോലെ. അപ്പൊ ഇവിടുത്തെ ലീവുള്ള ദിവസത്തെ അനുഭവം എന്താണെന്ന് ചോദിക്കാം. നിങ്ങൾ എവിടെയാണ് കളിക്കാനൊക്കെ പോകുന്നത്?
നമ്മൾ ഇവിടെ നിന്ന് കളിക്കും. ഇവിടെ ഉള്ള ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ ഫുട്ബോൾ കളിക്കാൻ? താഴെ ഉണ്ട് ഒരു ഗ്രൗണ്ട്. ആണോ? കൂട്ടുകാരൊക്കെ ഉണ്ടോ കുറെ പേര്? നീ അച്ഛനെവിടെയാ പിന്നെ ജോലി? എന്താ ജോലി? അച്ഛൻ ലൈൻമാൻ. KCB-ലാണ്. ശരിക്കും അച്ഛന്റെ വീട് ഇവിടെ തന്നെയാണോ അതോ നിങ്ങള്? അല്ല, നാട്ടില, തിരുവനന്തപുരത്താ? അപ്പൊ നിങ്ങൾ അച്ഛന് ജോലി കിട്ടിയിട്ട് ഇങ്ങോട്ട് വന്നല്ലേ? അപ്പൊ എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? 6ല്. എന്താ പേരെന്തായിരുന്നു? നിതിൻ സുരേഷ്. നിതിൻ സുരേഷ്. അപ്പൊ എത്ര വർഷമായി ഇപ്പൊ ഇവിടെ? 1ാം ക്ലാസ് തൊട്ട് ഇവിടെയാണോ പഠിക്കുന്നത്? അല്ല, 5 തൊട്ട് ഇവിടെ. അതിനു മുമ്പ് തിരുവനന്തപുരത്തായിരുന്നു. മോന്റെ പേരെന്താ? വേണു. വേണു പിന്നെ ഇവിടെയാണോ ശരിക്കും? ആണല്ലേ? എത്രല്ല പഠിക്കണേ? 8. അച്ഛനെന്താ പണി? ഡ്രൈവറാ. ബസ്സിലാ? അല്ല, ഇവിടുത്തെ KCB-ലെ ഡ്രൈവർ. രണ്ടുപേരും പിന്നെ KCB-ക്കാരാണ്. അത് ശരി. അപ്പൊ ചോറൊക്കെ ഉണ്ടോ? ചോറിനായില്ല. എന്ത് കളിയാ നിങ്ങൾ ഇവിടെ അധികം കളിക്കുക? ക്രിക്കറ്റ്, ഫുട്ബോള്. മീൻ പിടിക്കാനൊക്കെ പോകും ഇവിടെ? ഇല്ല. ഇവിടെ തണുപ്പ് വരല്ലോ? നല്ല തണുപ്പ് വരാറുണ്ടോ? അപ്പൊ എങ്ങനെയാ നിങ്ങള് പുതപ്പൊക്കെ കുറച്ച് ഇങ്ങനെ കിടക്കുകയാണോ? തീയൊക്കെ കത്തിച്ച് അങ്ങനത്തെ പരിപാടി? വീട്ടിൽ കയറും. നല്ല മഞ്ഞ് വീഴും അവിടെ. ഇതാണ് ഈ ഗ്രാമീണ കാഴ്ച. അതുകൊണ്ടോ ഇവിടുത്തെ കുട്ടികള് അപ്പൊ എന്തൊരു രസം തോന്നി. അപ്പൊ ഇവരോട് ഇങ്ങനെ ചോദിച്ചതാണ്. അപ്പൊ എന്തായാലും നമ്മള് പോവാണ്. ഗവിയൊക്കെ ഒന്ന് കണ്ടിട്ട് വരട്ടെ കേട്ടോ. മൂഴിയാറിന്ന് വരുന്ന ആ ഒരു ഫീല് അത് ഇത്രയും കണ്ടതൊന്നുമല്ല. മൂഴിയാറിന്ന് വന്നു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഹൊറർ ഫിലിം ഒക്കെ കാണുന്ന അനാക്കൊണ്ട സിനിമയുടെ ഒക്കെ ഒരു ലൊക്കേഷൻ നമുക്ക് വേണം പറയാം. ഇതുണ്ടോ നിങ്ങൾ നോക്കി നോക്കി ഈ ഒരു ഫീല്. ഇവിടെ നമ്മുടെ വണ്ടി മാത്രമേ ഉള്ളൂ. മാത്രമല്ല ആനപ്പിണ്ടങ്ങളുണ്ട്, ആനയുടെ നല്ല സ്മെല്ലുണ്ട്. ആനത ഇപ്പൊ ഒടിച്ചിട്ട കുറെ കൊമ്പുകൾ കാണാം. ശരിക്കും പറഞ്ഞാൽ ഉള്ളിന്റെ ഉള്ളിൽ നല്ലൊരു പേടിയുണ്ട്. കാരണം വണ്ടിയാണ്. ഒന്ന് ടയർ പഞ്ചറാവോ അല്ലെങ്കിൽ അതുപോലെ ഒരു മിസ്സിങ് വന്നാൽ മതി, ഇവിടെ കിടക്കും. അപ്പൊ ആ ഒരു ധൈര്യം കൂടെ വേണം ഇതിലെ വരാൻ. ഇത് ക്യാമറയിൽ എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാവും എന്നറിയില്ല. പക്ഷെ ഇതിലെ വരുന്നൊരു ഫീല്, ക്യാമറയ്ക്കൊക്കെ ഒരു പരിമിതി ഉണ്ടല്ലോ. നമ്മൾ ബാക്കിയൊക്കെ എത്രയായാലും നമ്മൾ നേരിട്ട് കാണുന്ന ഒരു സുഖം, ആ ഒരു ക്ലാരിറ്റി എന്തായാലും ഒരു ക്യാമറയിൽ കിട്ടില്ല. ശരിക്കും ഈ ഗവിയിൽ എത്തുക എന്നുള്ളതല്ല, ആ ഗവിയിലേക്ക് പോകുന്ന ആ ട്രാവലിംഗ് ഉണ്ടല്ലോ, ആ ഡ്രൈവിംഗ്, അതാണ് അതിന്റെ ഒരു ഫീല്. തീർച്ചയായിട്ടും. എങ്ങനെയുണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ യാത്ര? അപ്പൊ ഇത് നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു വ്ളോഗിലൂടെയോ ഒരു ക്യാമറയിലൂടെയോ ഒക്കെ കാണുന്നതിന് പരിമിതി ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ വരണം, നിങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ വരണം. വരുമ്പോൾ നല്ല വണ്ടി ആയിരിക്കണം, നല്ലൊരു ഡ്രൈവർ കൂടെ ഉണ്ടാവണം. നിങ്ങൾക്ക് സ്വന്തം ഓടിക്കാൻ അറിയില്ല, ധൈര്യം കുറവുള്ളവരാണെങ്കിൽ ഒരു നല്ല ഡ്രൈവറെ കൊണ്ടുവരണം. പിന്നെ എണ്ണ അടിക്കണം, നന്നായിട്ട് എണ്ണ അടിച്ചിട്ട് തന്നെ വരണം. സ്റ്റെപ്പിന് ടയർ വേണം. പിന്നെ അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ, അതൊക്കെ പിന്നെ നമുക്ക് ഇവിടുന്ന് ആണെങ്കിലും അറേഞ്ച് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പിന്നെ നല്ല ധൈര്യം വേണം. പിന്നെ എപ്പോഴും നല്ല ശ്രദ്ധ വേണം. ഏത് സമയത്തും വന്യജീവികൾ ക്രോസ് ചെയ്യാൻ സാധ്യതയുള്ള മേഖലയാണ്. അഥവാ അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ പാനിക് ആവരുത്. വണ്ടി അങ്ങോട്ടും കൂടെ പെട്ടെന്ന് നമുക്ക് പാനിക്കായി വണ്ടി കയ്യിൽ നിന്ന് പോവാത്ത രീതിയിലുള്ള ഒരു സമീപനം നമ്മൾ എപ്പോഴും ഡ്രൈവിങ്ങിന് പാലിക്കണം ഇവിടെ. കാരണം സൈഡാക്കാനും പോലും സ്ഥലമില്ല, കൊക്ക പോലെയാണ്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എങ്ങനെയുണ്ട് ഉണ്ണി? പേടിപ്പിക്കാൻ സ്ഥലം ശരിക്കും പറഞ്ഞ പേടിയാണ് ഉള്ളില് ശരിക്കും ഒരു പേടിയുണ്ട്. ഇതൊക്കെ ഇപ്പൊ വലിച്ചിട്ടതാ, ആന ചവിട്ടി ഒടിച്ചതാണ് ഇതൊക്കെ. പിന്നെ ഏറ്റവും നല്ല ഒരു കാര്യം നല്ല ഓക്സിജൻ ആണ് അല്ലെ. നല്ല അത് നമുക്കറിയാം, അനുഭവിക്കാം. നമുക്ക് നല്ല ബ്രീത്തിങ്, മൈൻഡ് പിന്നെ ശല്യപ്പെടുത്താൻ ഏറ്റവും വലിയ വേറൊരു കാര്യം എന്ന് അറിയാം, മൊബൈൽ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഇല്ലെങ്കിൽ ഒരു ദിവസം എത്ര കോഡ് വരും. ഇടയ്ക്ക് നമ്മൾ വാട്സപ്പ് നോക്കണം, ഫേസ്ബുക്ക് നോക്കണം. അവൻ കമന്റ് ഇട്ടില്ല, ഇവൻ കമന്റ് ഇട്ടില്ല, ലൈക്ക് ചെയ്തില്ല. ഈ ടെൻഷൻ ഒന്നും വേണ്ട. ഞങ്ങൾ രാവിലെ തൊട്ട് മൊബൈൽ ഓഫാണ്. കാരണം റേഞ്ച് ഇല്ല, ഒരു കോഡ് വരില്ല. ഇതാണ് ഭീകരത. നോക്ക് ഇവിടുത്തെ അവസ്ഥ നോക്ക്. ഒരു സൈഡിൽ പാറക്കെട്ട്, ഒരു സൈഡിൽ കൊക്ക, ഒരു ആനയോ കടുവോ എന്തെങ്കിലും ചാടി എങ്ങോട്ട് പോകും. ആ ഡ്രൈവിങ്ങിന്റെ ഒരു ഫീല് ഇത് എപ്പോഴാണ് നമുക്ക് ശരിക്കും അനുഭവപ്പെടുന്ന അറിയോ? നമ്മൾ ഈ ഡ്രൈവിംഗ് ഒക്കെ കഴിഞ്ഞ് ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ റൂമിൽ നമ്മുടെ കട്ടിലിൽ കിടക്കുമ്പോൾ നമ്മൾ ഇന്ന് റിവൈൻഡ് ചെയ്യും നമ്മൾ പോയ റൂട്ട്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ സുഹൃത്തുക്കളെ, അതാണ് ഓരോ യാത്രയുടെയും ഒരു ജീവൻ എന്ന് പറയുന്നത്. ഓർഡിനറി സിനിമയൊക്കെ കണ്ടവർക്കാണെങ്കിൽ അറിയാം, അതിനകത്ത് ബിജു മേനോൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നസീർ മരിച്ച കാര്യം പോലും ഇവിടെ അറിയില്ല. സത്യം പറഞ്ഞാൽ നസീർ മരിച്ച കാര്യമല്ല, നസീർ ജനിച്ച കാര്യം പോലും ഇവിടെ അറിയില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. അങ്ങനെ നമ്മൾ കുറച്ചും കൂടി ദൂരം ഓടി ഒരു വ്യൂ പോയിന്റിലെത്തി. ഇവിടെ നല്ല രസമുണ്ടോ, ഒരു മൊട്ട കുന്നൊക്കെ കാണാം നമുക്ക്. ഏകദേശം നമ്മൾ ഗവിയുടെ ഒരു ടോപ്പിലെത്തി. അപ്പോൾ ഇവിടെ അത്യാവശ്യം വണ്ടിയൊക്കെ നിർത്താനും പിന്നെ അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ളൊരു ചെറിയൊരു സൗകര്യം ഉണ്ട്. അപ്പോൾ വേണേൽ നമുക്ക് വരുന്നവർക്കൊക്കെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം. ഇവിടുന്ന് ഒരു അടിപൊളി വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുണ്ടോ എന്താ നോക്ക്, ഇത്രയും നേരം വന്ന നമ്മുടെ താഴേന്ന് വന്നതിൻ്റെ ആ ടോപ്പ് ഭാഗമാണ് ഈ കാണുന്നത്. ഇതിൽ ഇലക്ട്രിസിറ്റി പോയിട്ടുണ്ട്, ഇലക്ട്രിസിറ്റി ഒക്കെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, ഒരു നല്ലൊരു ലേക്ക് ഉണ്ട് ഇവിടെ, നല്ലൊരു തടാകം. പക്ഷെ എന്താ അല്ലേ ആ കളർ നോക്കാം, വെള്ളത്തിന്റെ കളർ നോക്ക്, നല്ല
കുളിർമയായിരിക്കും, നല്ല തണുത്ത കാറ്റ്, അടിപൊളി ആണോ. അപ്പൊ നിങ്ങൾ വരുമ്പോ എന്തായാലും ഈ വ്യൂ പോയിന്റിലൊക്കെ ഒന്ന് നിർത്തി, കൂടുതൽ അങ്ങോട്ട് ഇറങ്ങരുത് കേട്ടോ. ഇവിടെയൊക്കെ ഡേഞ്ചർ ആണ്. ഇതുണ്ടോ, ഇവിടെയൊക്കെ നമ്മള് ഗ്രിപ്പ് തന്നെ ഇല്ല, സ്ലിപ്പ് ആവുന്നുണ്ട് നന്നായിട്ട് ചെരുപ്പൊക്കെ. എങ്കിലും ഇവിടെ ഒക്കെ നിന്നിട്ട് കാണാൻ പറ്റുമെങ്കിൽ മാക്സിമം നല്ല ക്യാമറയിലേക്ക് ഈ പിക്ചറുകളൊക്കെ ഒപ്പി എടുത്തിട്ട് വേണം പോവാൻ. എന്താ നോക്കും മക്കളെ, അടിപൊളി ലുക്കല്ലേ. സൂപ്പർ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. വേറെ എന്തെങ്കിലും വാക്കിനി നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ ഒരു പ്രകൃതി ഭംഗിനെയൊക്കെ വർണ്ണിക്കാനായിട്ട്. കുറേ ദൂരം കൂടെ ഓടി ആനത്തോട് ഫ്ലാങ്കിങ് ഡാം അവിടെ എത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ കൊണ്ടുവന്ന ചോറില്ലേ, നമുക്ക് ചോറ് കഴിക്കണം. നന്നായിട്ട് വിശക്കുന്നുണ്ട്, 2 മണി കഴിഞ്ഞു. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിനകത്ത് വിഭവങ്ങൾ നോക്കാം. ഇത് ഇലയില് ചോറാന്ന് പറഞ്ഞിട്ട് ഇലയില് ചോറ് മാത്രമേ ഉള്ളൂ. കറിയൊക്കെ അതേ സാധാരണ നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ കവറിലാണ് പൊതിഞ്ഞ് തന്നിട്ടുള്ളത്. ഇതാ പൊതിച്ചോറ്. അത് തുറന്നു നോക്കുണ്ണി, എങ്ങനെയാണ് അതിന്റെ സ്ഥിതിഗതികൾ നോക്ക്. ചോറ് പറമ്പു ഇപ്പൊ ഡാമിലേക്ക് വീഴുവോ ചോറെല്ലാം കൂടെ? നല്ല മണമുണ്ട്. വിശന്നിട്ടാണോന്ന് അറിയില്ല. അതിനകത്ത് വേറെ കറികളുണ്ട് കേട്ടോ. ചമ്മന്തി ഓരോന്നോരോന്നങ്ങ് പൊട്ടിച്ച മോനെ ദിനേശ. അങ്ങനെ നമ്മൾ ഗവി ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തി. ഇവിടെ നമുക്കൊരു ചെറിയൊരു പാസ്വേഡ് കൊടുക്കണം. അപ്പം നമ്മൾ അവിടെ നിന്നെടുത്ത പാസ് ഇവിടെ കാണിക്കണം, അതുപോലെ നമ്മുടെ ID കൊടുക്കണം. അത് മാത്രമല്ല ഇവിടെ ഒരു ചെറിയൊരു പണം അടയ്ക്കണം. അതെന്താ വെച്ചാൽ പെരിയാർ ടൈഗർ റിസർവ് ആണ്. ആ റിസർവിലേക്ക് കയറുന്നതിന് ഒരു 85 രൂപ കൂടെ ഇവിടെ അടയ്ക്കണം. ഇപ്പൊ തണുപ്പുണ്ട്. ഇതേ കീരി കീരി എന്റെ മോനെ ഇവിടെ ഈ 3-4 പേര് എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത്? ആ കാണുന്ന അത്രേ ഉള്ളൂ. ആ ഡാം കണ്ടില്ലേ? സുഹൃത്തുക്കളെ, നമ്മളങ്ങനെ ആ കാനന പാതയിലൂടെ ഓടി ഗവിയിലെത്തി. ഈ ഗവി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് ഭാവനകളാണ്. ഇവിടെ എന്തൊക്കെയോ സംഭവമുണ്ട്. നമ്മൾ ഓർഡിനറി സിനിമയിലെ പോലെ ഒരു വലിയ ഗ്രാമമുണ്ട്, അങ്ങനെയൊന്നുമില്ല. ഗവി എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഈ ഗവി ഡാമാണ്. ഇവിടെ ഒരു ഗവി ബോർഡ് ഉണ്ട്. എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഗവിയിലേക്ക് വരുന്ന ആ റൂട്ട് ഉണ്ടല്ലോ, ആ ട്രാവലിംഗ്, നമ്മുടെ ഡ്രൈവിങ്, അല്ലെങ്കിൽ അവിടെ കാണുന്ന കാഴ്ചകൾ, ആ ആംബിയൻസ്, അതാണ് ഗവിനെ ഗവിയാക്കി മാറ്റുന്നത്. ഇതാ ഈ കാണുന്നതാണ് ഗവി ഡാം. എന്ത് ഭംഗിയെന്നറിയോ സംഭവം. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ പാലത്തിലൂടെ, ഈ ഡാമിന് മുകളിലൂടെ അടിച്ചു വിട്ടങ്ങ് പോകും. നമ്മൾ വിചാരിക്കും വീണ്ടും എന്തൊക്കെയോ കാണാനുണ്ടെന്ന് വിചാരിക്കും. പക്ഷെ ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ ഇനി നമ്മൾ വണ്ടിപ്പെരിയാർ വഴി തിരിച്ചു പോവാണ്. പക്ഷെ ഈ ഒരു ഭംഗി കണ്ടോ, ആ ഗവിയുടെ ഒരു ഭംഗി, അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മളിവിടേക്ക് വിനോദസഞ്ചാരികളെ, അല്ലെങ്കിൽ കാനനത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സഞ്ചാരികളെ മാടി വിളിക്കുന്നത് ഇത് ഇങ്ങനെയുള്ളൊരു പ്രദേശമായതുകൊണ്ടാണ്. ഇവിടെ നല്ല തണുത്ത കാറ്റ്, നല്ല കാറ്റാണ്. അതുകൊണ്ട് തൊണ്ട അടഞ്ഞു, സൗണ്ട് ഒക്കെ പോയി. എന്ത് രസമാണ് നോക്ക്. നമ്മുടെ ചില സിനിമകളിലൊക്കെ കണ്ട പോലെ തന്നെ അല്ലേ, അടിപൊളി ലൊക്കേഷൻ. പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല സുഹൃത്തുക്കളെ, വാക്കുകളില്ല. രാവിലെ ടിക്കറ്റ് എടുത്തില്ലേ, പാസ് എടുത്തില്ലേ, അങ്ങമൊഴി, അവിടുന്ന് 100 കിലോമീറ്ററോളം റൺ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഗവിയിൽ എത്തിയിരിക്കുന്നത്. ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, പെരിയാർ ടൈഗർ റിസർവിന്റെ മധ്യഭാഗം, ഹൃദയഭാഗമാണ്. ഇതുകൊണ്ട് കാലികൾ നടന്നു പോകുന്നുണ്ടോ ഇവിടുന്ന്. പിന്നെ കാട്ടിൽ മേയാൻ വിട്ട കാലികൾ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ അവർ മേഞ്ഞ് തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോകുന്ന, അവരുടെ കൂട്ടിലേക്ക് കയറുന്ന ഒരു കാഴ്ച. വെള്ളം കുറവാണ് ഡാമിന്റെ ഈ ഭാഗത്ത്. അപ്പോൾ അതിലൂടെ പോകുന്ന നല്ല രസകരമായൊരു കാഴ്ച, പറഞ്ഞറിയിക്കാൻ കഴിയില്ല സുഹൃത്തുക്കളെ. അപ്പോൾ നിങ്ങൾ ഓരോ വിശ്രമവേളകളും ആനന്ദകരമാക്കാൻ ഇതുപോലുള്ള യാത്രകൾ നിർബന്ധമായിട്ടും ചെയ്യണമെന്നുള്ളതാണ്. നമ്മൾ രാവിലെ പറഞ്ഞ പോലെ നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളും പ്രശ്നങ്ങളും മാനസിക പിരിമുറുക്കങ്ങളൊക്കെ മാറ്റാനായിട്ട് ഇത്തരത്തിലുള്ളൊരു യാത്ര, അത് ഗവിയിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അടിപൊളി. നമ്മൾ പറഞ്ഞ പോലെ ആ ട്രാവലിംഗ്, ആ ഡ്രൈവിംഗ് ആണ് നമ്മളെ അത്രയും ഹരം കൊള്ളിക്കുന്നത്. ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതികൾ. ഗവി ഡാമിന്റെ ഒരു ബോർഡ് കാണാം നമുക്ക്. നമ്മൾ വണ്ടി കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ചെറിയൊരു ഏരിയ ഉണ്ട് ഇവിടെ. ഇവിടെയാണ് നമ്മുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ റൂംസ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ബോട്ടിംഗ് ഉണ്ട്, ഇവിടെ എന്തോ മ്യൂസിയം പോലെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടേക്കൊക്കെ നമ്മൾ കയറണമെങ്കിൽ നമ്മൾ ഓൺലൈനിൽ 4000 രൂപയുടെ പാക്കേജ് ആണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ആ 4000 രൂപയുടെ പാക്കേജ് ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ടൊക്കെ വരാൻ പറ്റുള്ളൂ. ഗവി ഇക്കോ ടൂറിസത്തിന്റെ ഒരു ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്, കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. കണ്ടോ, ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ബോർഡിന്റെ സ്ഥിതിഗതികൾ. എന്താ ഗവി ഇക്കോ ടൂറിസം വെൽക്കം ബോർഡൊക്കെ ഉണ്ട്. ഇത്രയേ ഉള്ളൂ ഗവി എന്ന് പറയുന്ന സംഭവം. ഈ ഗവി എന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമ കണ്ടതിന്റെ വലിയ സംഭവം. ഈ സിനിമ കണ്ട സംഭവം ഒന്നുമില്ല. നമ്മളിപ്പോൾ മനസ്സിലാക്കിയെടുത്തോളം ഗവിയിൽ ഈ ഡാം തന്നെയുള്ളൂ.
പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ കുറെ ബോട്ടിങ്ങും മറ്റുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അതിനൊക്കെ 4000 രൂപ പാക്കേജാണ് ഓൺലൈൻ ബുക്കിംഗ്. പിന്നെ ഉള്ളത് ഇവിടെ കുറെ ഈ ട്രൈബൽസ്, അത് ശ്രീലങ്ക വംശകരായ കുറെ തമിഴ് വംശകര് ഇവിടെ താമസിക്കുന്നുണ്ട്. അവര് പാടി പോലെ ഈ കോളനി പോലെ ഉന്നതി എന്നാ ഇപ്പൊ പറയാ, ഉന്നതി പോലെ പണിതിട്ട് അവിടെ നമ്മൾ വരുന്നപ്പോ കണ്ടില്ലേ. പക്ഷെ അവിടെ നിന്ന് വണ്ടി നിർത്താനും പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നോ പാർക്കിംഗ് ഏരിയ ആണ്. നമ്മൾ കണ്ടില്ല ആനക്കാട്ടി കൂടെ വരുന്നത്. അതുകൊണ്ട് നമുക്ക് അത് കറക്റ്റ് ആയിട്ട് കവർ ചെയ്യാനും പറ്റില്ല. പക്ഷെ ഇത്രയേ ഉള്ളൂ. വഴിയാണ് നമ്മള് അതാണ് എങ്ങനെയാണോ ഗവിയിലേക്ക് വരുന്നത് അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് നേരെ വണ്ടിപ്പെരിയാർ വഴിയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അപ്പൊ ഗവിയാർ ഡാമും കടന്ന് നമ്മൾ നേരെ വണ്ടിപ്പെരിയാറിലേക്കാണ് പോകുന്നത്. ഈ വണ്ടിപ്പെരിയാറിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഒരു വ്യൂ പോയിന്റ് കൂടെ ഉണ്ട്, ഒരു മൊട്ടക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് ലേറ്റ് ആയി, അവിടെ ഷൂട്ട് ചെയ്യാനുള്ള സമയം കിട്ടുമെന്ന് അറിയില്ല. കിട്ടിയാൽ നമുക്ക് ആ വ്യൂ പോയിന്റും കൂടെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് നേരെ വണ്ടിപ്പെരിയാർ പിടിക്കാം. ഇനിയും ഘോര വനാണ് കേട്ടോ. പെരിയാർ ടൈഗർ റിസർവിലൂടെയാണ് നമ്മൾ പോകുന്നത്. സന്ധ്യയായി, അതുകൊണ്ട് ആന, കാട്ടുപോത്ത്, ഈ പറയുന്ന വന്യമൃഗങ്ങളെല്ലാം ഉണ്ടാവും. അതുപോലെ ഒരുപാട് പക്ഷികൾ. നമ്മളിപ്പോ വരുമ്പോ തന്നെ ഒരുപാട് കാട്ടുകോഴി, വേഴാമ്പലൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ എന്താണെന്ന് വെച്ചാല് നമ്മുടെ ക്യാമറ പരിമിതി, പെട്ടെന്നാണല്ലോ ഇത് മുന്നിലേക്ക് വരിക. അതുകൊണ്ട് എടുക്കാനുള്ള ബുദ്ധിമുട്ട്. അതുകൊണ്ടൊക്കെയാണ് നമുക്ക് പല കാര്യങ്ങളും ക്യാമറയിലേക്ക് ഒപ്പിയെടുക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും നമുക്ക് ഗവി യാത്രയിൽ കിട്ടും. അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് വരുമ്പോൾ മാത്രം അനുഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഒരിക്കലും ക്യാമറ കിട്ടില്ല. എന്താ മക്കളെ നോക്ക്, ആ വ്യൂ പോയിന്റ് സൺസെറ്റ് ആണ്. അതുപോലെ എന്താ തണുത്ത കാറ്റിനറിയാം. നമ്മളിങ്ങനെ വിരലിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ സൂചി കുത്തി കയറ്റാന്ന് പറയില്ല, അതേപോലത്തെ തണുത്ത കാറ്റ്. ഇത്രയും നേരം ഇല്ലായിരുന്നു. ഒരു സന്ധ്യ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അല്ലെങ്കിൽ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നല്ല തണുത്ത കാറ്റ്. അങ്ങോട്ട് നോക്ക്, എത്ര മലകളാന്ന് നോക്ക്. കാണോ എത്ര മലകൾ. സഹ്യപർവ്വതത്തിന്റെ ഒരു അടിപൊളി വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. നമ്മുടെ ശബരിമലയൊക്കെ ഉൾപ്പെടുന്ന പ്രദേശമാണിത്. മൊട്ടക്കുന്നുകൾ, ഒരുപാട് വൃക്ഷലതാദികൾ കൊണ്ട് സമ്പുഷ്ടമാണ് ഈ പ്രദേശം. അതുപോലെ കോടമഞ്ഞ് ഇറങ്ങി തുടങ്ങി. സൂര്യൻ ഏതാനും നിമിഷങ്ങൾക്കകം ആ കുന്നിൻ ചെരുവിലേക്ക് മായും. സാഹിത്യങ്ങളൊക്കെ ഇങ്ങനെ ഒഴുകി വരികയാണ് സുഹൃത്തുക്കൾ ഇവിടെ നിൽക്കുമ്പോൾ. എങ്ങനെ നമ്മളൊരു കവിയും കലാകാരനും ഒക്കെ ആവാതിരിക്കും? ഇങ്ങനത്തെ യാത്രകളിലൂടെ, ഇങ്ങനത്തെ വഴികളിലൂടെ ഒക്കെ സഞ്ചരിച്ചാൽ സ്വാഭാവികമായിട്ട് നമ്മളുണ്ടല്ലോ ഭരതനും സത്യനന്ദിക്കാടും പ്രിയദർശനൊക്കെ ആയി പോവും. അത്രയും നല്ല രസകരമായ കാഴ്ചകളാണ്. ഓരോ വിശ്രമ വേളകളും ആനന്ദകരമാക്കാൻ ഇതിലും നല്ലൊരു സ്ഥലമില്ല എന്നുള്ളതാണ്. നമുക്കൊന്നും അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. അങ്ങോട്ടൊക്കെ ഇറങ്ങിയാൽ നല്ല അടിപൊളിയാണ്. പക്ഷെ നമുക്ക് കുറെ നിയന്ത്രണങ്ങളുണ്ട് ഇവിടെ. ആരുമില്ല കേട്ടോ. നമ്മൾ ഏകദേശം പറഞ്ഞല്ലോ, ആങ്ങമൊഴിയിൽ നിന്ന് 100 കിലോമീറ്റർ ഉള്ളില് പെരിയാർ ടൈഗർ റിസർവിന്റെ ഉള്ളില്, കടുവാ സങ്കേതത്തിന്റെ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഏത് സംഭവത്തിൽ എന്തും സംഭവിക്കാം. അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ ഒന്നും ഇവിടെ ഈ ഗവിയാർ ഡാം അല്ലെ, ഗവിയാർ ഡാമിന്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുകയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും താഴെ രേഖപ്പെടുത്തണം. മാത്രമല്ല നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് കാണേണ്ട സ്ഥലം. അപ്പൊ ഇനിയും പുതുമയുള്ള പുതിയ വീഡിയോകളുമായി ഞങ്ങൾ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.